റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി സിപിഎമ്മിൽ തർക്കം. ഒരു വിഭാഗം SP ദീപകിനെ ഉയർത്തിക്കാട്ടുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം RP ശിവജിയെ മേയറാക്കണമെന്നാണ് മറുപക്ഷത്തിന്റെ ആവശ്യം. കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ളവരാണ് SP ദീപകിനെ പിന്തുണയ്ക്കുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെ മന്ത്രി B ശിവൻകുട്ടി രംഗത്തെത്തി. നോമിനേഷൻ കൊടുത്തയുടൻ മേയറെ തീരുമാനിക്കുന്ന രീതി LDFിനില്ല എന്ന് മന്ത്രി റിപ്പോർട്ടറോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാറില്ല. ഞങ്ങൾ 101 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 101 പേരും മേയർ ആവാൻ യോഗ്യത ഉള്ളവരാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വന്ന ശേഷം മേയർ സ്ഥാനാർത്ഥിയെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കും. അല്ലാതെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുത്ത ഉടനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. അനൗദ്യോഗികമാണെങ്കിലും ചില ആളുകൾ മേയർ കാൻഡിഡേറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവതരിപ്പിക്കുന്ന തെറ്റാണ്. അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPMO എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ തന്നെ ദീപകിന്റെ പേര് മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന രൂപത്തിൽ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു രീതി ഇല്ല എന്നിപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറയുകയാണ്. പക്ഷേ അങ്ങനെ ഒരു തർക്കമാണോ അവിടെ ഉടലെടുത്തിരിക്കുന്നത്? സ്മൃതി, CPIMലെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി SP ദീപകിനെ ഉയർത്തിക്കാട്ടുന്നതിന് എതിരായുള്ള ഒരു വിഭാഗം കൂടി രംഗത്തുണ്ട്. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഘടകം ഇന്നയാളാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ഒരു തരത്തിലും ഒരിടത്തും പാർട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളിലും മറ്റ് തിരുവനന്തപുരത്തെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ നടത്തുന്ന ചർച്ചകളിലും മറ്റും CPIMന്റെ മേയർ സ്ഥാനാർത്ഥിയായി SP ദീപക് വരുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. അതിനെതിരെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ കുറച്ചധികം ആളുകൾ രംഗത്തുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് SP ദീപകിന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. അതിനെതിരായി നിൽക്കുന്ന ആളുകൾ പുന്നക്കാമുകളിൽ നിന്ന് മത്സരിക്കുന്ന CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ RP ശിവജിയുടെ പേരാണ് ഉയർത്തിക്കാട്ടുന്നത്. ശിവജിയെ മേയറാക്കാൻ ഒരു വിഭാഗവും SP ദീപകിനെ മേയറാക്കാൻ മറുവിഭാഗവും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾക്കും എതിർപ്പുണ്ട്. ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിൽ എതിർപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ 101 ആളുകളും യോഗ്യരാണ്, ആരെങ്കിലും ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ല, പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് നമ്മളോട് പറയുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ ഒരാളുടെ പേര് മുന്നോട്ട് വെക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. മുൻ മേയർ അടക്കമുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളായവരും മത്സരിക്കുന്നുണ്ട്. ഇതിൽ ആർക്കാണ് ബലാബലം എന്ന തർക്കം ഭരണം കിട്ടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായി തുടങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി, ശരി. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ പറയുന്ന രീതി തങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത്. ഇടവേളയിലേക്ക്